നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും ഈ ഒരു ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്, കറണ്ട് ട്രെൻഡ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റി ഒന്ന് ഓപ്പൺ ചെയ്ത ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആയിരുന്നു. 19,560 ഒരു മുകളിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷമായാലും നിഫ്റ്റി 19,560 താഴത്തേക്ക് വന്നെങ്കിലും തൊട്ട് താഴെ 19,542 സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 19,560 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തപ്പോൾ തുടക്കത്തിലൊരു ബൈയുടെ ഒരു സെന്റിമെന്റ് തന്നെയായിരുന്നു. എന്നിരുന്നാലും ആ ഒരു മൊമെന്റം 19,600 അടുത്താണ് നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ നിഫ്റ്റിയിലായാലും 19,585 അടുത്ത് തന്നെ നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. 19,600 ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അതിനുശേഷമായാലും 19,542 താഴത്തേക്ക് നിഫ്റ്റി നിലനിന്നപ്പോൾ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പറയുന്ന ഒരു സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സപ്പോർട്ട് ലെവലാണെങ്കിൽ സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ഹോൾഡ് ചെയ്താലാണ് നമുക്ക് എപ്പോഴും ആ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നൽകുന്ന സപ്പോർട്ടുകൾ മാർക്കറ്റിലൊരു ഹൈ പ്രോബബിലിറ്റി, ഹൈ മൊമെന്റം നൽകാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് ലെവലുകളാണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ആ സെയിം ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റിവാർഡ്, ഇൻ കേസ് ഒരു താഴത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു റിവാർഡ് നമുക്ക് കിട്ടും. നമ്മളതിൽ ആ ഒരു പ്രൈസ് സെഷൻ വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻ കേസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ അതൊരു മൊമെന്റം സ്ലോ ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ടുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനം നമുക്കത് കിട്ടില്ല. അപ്പൊ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളാണ് തരുന്നത്. അപ്പൊ ഇൻ കേസ് അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ആ ഒരു പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് മാക്സിമം റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. ഇത് മാർക്കറ്റിലായാലും നല്ലൊരു മൊമെന്റം ലഭിക്കാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്, നമ്മളത് സൂചിപ്പിക്കാറുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിലൊക്കെ നമുക്ക് റിസൾട്ട് തരാനായിട്ട് സാധിക്കും. കാരണം പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിനായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ആക്യുറസി ഉണ്ട്. അപ്പോൾ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലായാലും ഇതേ രീതിയിൽ എപ്പോഴും ട്രീറ്റ് ചെയ്യുക. ഇൻ കേസ് സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് വന്ന് നിങ്ങൾ ഷോർട്ട്സിന്റെ പൊസിഷൻ ആഡ് ചെയ്തു, സെല് ചെയ്തു, ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പി ഇ പൊസിഷൻ ബൈ ചെയ്തു, തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് കയറിയാൽ തന്നെ നിങ്ങൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. കാരണം ഇതിന്റെ മുകളിലേക്ക് കയറിയാൽ തന്നെ മാർക്കറ്റിന്റെ ആ ഒരു മൊമെന്റം കുറയും, താഴത്തേക്കുള്ള ഒരു മൊമെന്റം, താഴത്തേക്കുള്ള ഒരു സ്പീഡ് കുറയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് തിരിച്ചു കയറിയാൽ വലിയ രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിലേക്ക് പിന്നെ നിൽക്കരുത്, പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ് ബെറ്റർ. അതിനുശേഷം 19,560 സപ്പോർട്ടിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം അതിലും നിഫ്റ്റിയിലായാലും ബൈ ആണ്. ഈ ഒരു ലെവല് തന്നെ സെയിം ക്യാൻഡിൽസ്റ്റിക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. മാത്രമല്ല നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ കുറിച്ച് പറഞ്ഞിരുന്നു. 19,600 അടുത്തേക്ക് പോകും തോറും നിഫ്റ്റിയിൽ റെസിസ്റ്റൻസിനാണ്, അതായത് പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യതയുള്ള ഒരു ലെവലാണ് 19,600. ആ ഒരു ലെവലിന്റെ അടുത്ത് തന്നെ ഒന്ന് രണ്ട് തവണ ആ ഒരു പ്രഷർ അതിൻ്റെ ഒരു മുകളിലേക്ക് കയറിയെങ്കിലും പ്രഷർ മാർക്കറ്റിൽ വന്നിരുന്നു. അപ്പൊ നിഫ്റ്റി ആയാലും നമുക്കൊരു ലോങ് ടൈം വ്യൂലായാലും നിഫ്റ്റിനെ പറയുമ്പോഴായാലും ഈ 19,600 മുകളിലേക്ക് നിഫ്റ്റിക്ക് ഇപ്പോഴും ക്ലോസിംഗ് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് 19,600 മുകളിലേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തിയാലാണ്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ക്യാൻഡലിനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേയിലായാലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. അതിനുശേഷമായാലും 19,600 മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു സസ്റ്റെയിൻ ചെയ്താലാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഒരു ക്ലോസിംഗ് നടത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും ആ ഒരു മുകളിലേക്കുള്ള ഒരു മൊമെന്റത്തിന് ഒരു സാധ്യതയുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിലായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷമായാലും മുകളിലേക്ക് മൂവ് ചെയ്താലാണ് മുകളിലേക്കുള്ള ഒരു മൊമെന്റം നിഫ്റ്റിയിലായാലും ആ ഒരു സ്പീഡ് കിട്ടുകയുള്ളൂ.
പക്ഷെ വരും ദിവസങ്ങളിലായാലും 19,600 അടുത്ത് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ എത്തുമ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ, അതായത് നമ്മൾ പറയുന്ന ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ എപ്പോഴും അതൊരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ അടുത്തൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ എപ്പോഴും ആ ഒരു സെല്ലിലേക്ക് ആക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. നമുക്കതിലിപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവലിൽ തന്നെ 19,600 തന്നെ ഞാൻ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. 19,600 മുകളിൽ ഓപ്പൺ ചെയ്താലും 19,600 തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കണം. 19,600 താഴെയാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ല്. ചെറിയ ടൈം ഫ്രെയിം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 മിനിറ്റിന്റെ ലോയെങ്കിലും ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യത്തെ ഒരു 1 മിനിറ്റിന്റെ ലോയെങ്കിലും താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ 19,600 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് 19,600 താഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ 19,600 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നിലനിർത്തിയ ആ ഒരു ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആക്കിയിട്ട് പൊസിഷൻ മാനേജ് ചെയ്യുക. 19,600 മുകളിലാണ് അടുത്ത റെസിസ്റ്റൻസ്. 19,600 മുകളിൽ സ്ട്രോങ് തന്നെയാണ്. നിഫ്റ്റി ആയാലും ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് പോസിറ്റീവ് മൂവ്മെന്റ് ആയാലും, അതായത് ഇൻട്രാഡേയിൽ ഒരു പോസിറ്റീവ് മൊമെന്റം ആയാലും 19,600 660 ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി തന്നെ നിഫ്റ്റിയിലെ വരും ദിവസങ്ങളിൽ ആക്ട് ചെയ്യും. പക്ഷെ ഇൻട്രാഡേയിൽ എപ്പോഴും ആ റൂൾസ് ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രാഡേയിലായാലും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ സപ്പോർട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. ലോവർ ലെവലായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 19,530 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 19,460 സപ്പോർട്ടാണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത് ലോവർ ലെവലിലെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവൽ നൽകാനില്ല. കാരണം നിഫ്റ്റി ഓൾറെഡി ആ ഒരു ട്രെൻഡ് സെൽ ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സപ്പോർട്ടിൽ നിന്നുള്ള ആ ഒരു ബൗൺസ് ആണ് ബൈയിലേക്ക് ഒരു ബൈര സെന്റിമെന്റിലേക്ക് നിഫ്റ്റി ഒരു ഫുൾ ആയിട്ട് ആക്ട് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റിയിലായാലും ആ ഒരു ഹോൾഡിംഗ് വരണം. എന്നാലാണ് ആ ഒരു കൃത്യമായിട്ടൊരു അടുത്ത റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ഇന്റർനെറ്റ് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്നത്തെ ഒരു മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ആയാലും ബാങ്ക് നിഫ്റ്റി പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ആയിരുന്നു. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 44,600 ആണ്. പക്ഷെ 44,600 സപ്പോർട്ടിലേക്ക് ബാങ്ക് നിഫ്റ്റി എത്തിയില്ല. പക്ഷെ 44,980 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. 980 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ പോലും ബാങ്ക് നിഫ്റ്റിക്ക് ക്ലോസിംഗ് ലെവലിൽ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലുകൾ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. അത് വളരെ എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ അത് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു മുകളിലേക്ക് ജസ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിങ്ങളായാലും ഈ ഒരു ലെവല് 44,980 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും സെൽ ട്രെൻഡിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. നിഫ്റ്റിനെ അപേക്ഷിച്ച് സെല്ലിലാണ്. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് നെഗറ്റീവ് ആണ്. പക്ഷെ ഓപ്പണിംഗ് റെസിസ്റ്റൻസിന്റെ താഴെയാണ്. ട്രെൻഡ് നെഗറ്റീവ് പ്ലസ് ഓപ്പണിംഗ് റെസിസ്റ്റൻസിന്റെ താഴെ. അപ്പൊ കൂടുതൽ വീക്ക്നെസ് ആണ്. പക്ഷെ നിഫ്റ്റിയിലായാലും ട്രെൻഡ് നെഗറ്റീവ്, പക്ഷെ നിഫ്റ്റിയിലായാലും ഓപ്പണിംഗ് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ്. അപ്പോൾ രണ്ടും വർക്ക് ചെയ്യുന്ന രീതി നോക്കുക. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിന്റെ ഒരു പവർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ലോവർ ലെവല് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് 44,720. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് വരുന്നത് ഇപ്പൊ ഇന്ന് നമ്മൾ നൽകിയിരിക്കുന്ന 44,980. 980 ഒരു മുകളിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 45,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, 45,050 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ. ഇത് റെസിസ്റ്റൻസ് ലെവലുകളാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മുകളിലേക്കുള്ള ഒരു മൊമെന്റം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും ആ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 44,000
980 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ചെറിയ ടൈമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ലോവർ ലെവലിൽ 44,800 850 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 800 ഹോൾഡ് ചെയ്ത് 850 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ബൈസിന്റെ ലെവലാണ്. പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. 44,800 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 44,700 720 ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം ആയാലും കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 44,600 സപ്പോർട്ടാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ടിലാണ് 44,800 ഹോൾഡ് ചെയ്തുകൊണ്ട് 850 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈക്കാണ് സാധ്യത വരുന്നത്. പക്ഷെ 44,800 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് റിവേഴ്സ് ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ട്രെൻഡ് കിട്ടും. പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. അതിനനുസരിച്ച് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാം. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ ഫിൻ നിഫ്റ്റി ആയാലും 19,980 ഫിൻ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഫിൻ നിഫ്റ്റി ആയാലും അവസാനത്തെ ഒരു സെക്ഷൻ വരെ നിലനിർത്തിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഇപ്പോൾ ഫിൻ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം? ഫിൻ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് എന്താണ്? ഫിൻ നിഫ്റ്റിയുടെ ലോങ് ടേം ട്രെൻഡ് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ ആയാലും ഇതെല്ലാം ഒരു ഹയർ ലെവലാണ്, റെസിസ്റ്റൻസ് ഏരിയ. പക്ഷെ ഇന്നത്തെ ആയാലും ഒരു മൂവ്മെന്റ് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ് ആയതുകൊണ്ടാണ് ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ ഫിൻ നിഫ്റ്റി ആയാലും ഇന്ന് നിലനിർത്തിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റിനെ എങ്ങനെ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാം? ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് ചെയ്യുന്നത്? പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ്. 19,980 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് ഫിൻ നിഫ്റ്റി ആയാലും ഈസി ആയിട്ട് അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് വളരെ ഈസി ആയിട്ട് ഫിൻ നിഫ്റ്റി എത്തും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 20,080. അപ്പോൾ ഫിൻ നിഫ്റ്റിയിലും 20,080 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ഇതിന്റെ ഒരു മുകളിൽ നിലനിന്നാൽ മാത്രമാണ് ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിൽ. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 20,080 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. പക്ഷെ 20,080 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ മാത്രമാണ് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. അടുത്തൊരു റെസിസ്റ്റൻസ് 20,160 റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വീക്ക്നെസ് ആണ്, ഷോർട്ട് സെല്ലാണ് സാധ്യത. പക്ഷെ സപ്പോർട്ടിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ സാധ്യത. അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് ബൈസിന് സ്ട്രെങ്ത് കിട്ടുമ്പോൾ മാത്രം ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.